പെണ്ണിന്റെ മാനത്തിന് വില നിശ്ചയിക്കുന്നത് ആരാണ്? സമൂഹമാണോ, പുരുഷനാണോ, അതോ ആ പെണ്ണ് തന്നെയാണോ? ആത്മാഭിമാനമുള്ള സ്ത്രീയാണെങ്കിൽ അവളുടെ മാനവും വിലയും തീരുമാനിക്കുന്നത് അവൾ തന്നെയാണ്. ദക്ഷിണ മുംബൈയിലെ ഗിർഗോൺ, വർഷം 1959 മാർച്ച് മാസം. ഗുജറാത്തിൽ നിന്നും ബോംബെയിൽ വന്ന് കുടിയേറിയ ഒരു കുടുംബത്തിലെ ജസ്വന്തിബെൻ ജമുനാദാസ് എന്ന യുവതി. അവർ അന്തസ്സുള്ളൊരു ജീവിതം സ്വപ്നം കണ്ടു. അതിനായി എന്ത് ചെയ്യണമെന്ന് മനസ്സുരുകി ആലോചിച്ചു. അന്നത്തെ കാലത്ത് ഒരു സ്ത്രീ അതൊക്കെ ചെയ്യാമോ? കാരണം വീട്ടിനുള്ളിൽ ഭർത്താവിനെ പരിപാലിക്കുക, ഭക്ഷണമുണ്ടാക്കുക, വീട് മാനേജ് ചെയ്യുക, നാൽക്കാലികളുണ്ടെങ്കിൽ അവയെ നോക്കുക, പ്രസവിക്കുക, ഇത്രയുമായിരുന്നു ഒരു ഗ്രാമത്തിലായാലും നഗരത്തിലായാലും ഒരു സ്ത്രീയുടെ ആവറേജ് പ്രൊഫൈൽ അഥവാ ജീവിതത്തിലെ സ്കോപ്പ്. സ്വപ്നം കാണുന്ന മനസ്സ് പെൺകുട്ടികൾക്ക് പറഞ്ഞിട്ടില്ലാത്ത കാലം. ജസ്വന്തിബെൻ ജമുനാദാസിന് അന്ന് 26-28 വയസ്സേ പ്രായമുള്ളൂ. അറിയാവുന്ന ആകെയുള്ള കാര്യം ഭക്ഷണമുണ്ടാക്കലാണ്. ക്വാളിഫിക്കേഷൻ അടുക്കള മാനേജ്മെൻറ്റും. എന്തെങ്കിലും ചെയ്യണം, വരുമാനം വേണം, നന്നായി ജീവിക്കണം. അന്തസ്സിൻ്റെ ഈ തീ മാർച്ചിലെ ചൂടുള്ള വരണ്ട കാറ്റിൽ തൊട്ടടുത്തുള്ള വീടുകളിലെ അടുക്കളക്കാരികളിലേക്ക് പടർന്നു. മീനമാസത്തിലെ സൂര്യൻ അത് ആളിക്കത്തിച്ചു. പിന്നെ കണ്ടത് ജസ്വന്തിബെന്നിൻ്റെ വീടിൻ്റെ ടെറസിൽ 7 സ്ത്രീകൾ. അവർ ഉഴുന്നും കായവും ജീരകവും കുരുമുളകും പൊടിച്ച് കുഴച്ചെടുക്കുന്നു. അത് പരത്തി ഉണക്കി പാക്കറ്റിലാക്കി. ആദ്യ ദിവസങ്ങളിൽ 4 പാക്കറ്റ്. അത് തൊട്ടടുത്തുള്ള പരിചയക്കാരൻ്റെ കടയിൽ വിൽക്കാൻ കൊടുത്തു. 80 രൂപയായിരുന്നു മൂലധനം. ആ വർഷം 6000 രൂപയോളം വിറ്റുവരവ്. 1962 ടെറസിലെ സഹോദരിമാരുടെ എണ്ണം 7-ൽ നിന്നും 100 പിന്നെ 1000, 10000. ഇന്ന് 45,000 സഹോദരിമാർ ഇന്ത്യയാകെ ജസ്വന്തിബെൻ പകർന്ന അന്തസ്സിൻ്റെ ഓണർഷിപ്പ് പങ്കിട്ടെടുക്കുന്നു. ജസ്വന്തിയുടെ വീടിൻ്റെ ടെറസിൽ നിന്ന് 18 സംസ്ഥാനങ്ങളിലെ 82 യൂണിറ്റുകളിലേക്ക് ആ സംരംഭം വളർന്നു. വരുമാനം 1600 കോടിയും. സ്വപ്നവും അഭിമാനവും ചേസ് ചെയ്ത് ഒരു കൂട്ടം പെണ്ണുങ്ങൾ സൃഷ്ടിച്ച മാനത്തിൻ്റെ സംരംഭം. 1600 കോടിയുടെ അന്തസ്സ്.